ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ ചുമ്മാ ഒന്ന് നടക്കുവാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ആറാണുള്ളത്. പമ്പയാറും മണിമലയാറും കൂടിച്ചേരുന്ന ഒരാറാണിത്. നീരേറ്റുപുറം വള്ളംകളി നടക്കുന്നത് ഈ ആറ്റിലാണ്. രാവിലെ തന്നെ ആറിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്നിരുന്നാലും എനിക്ക് വളരെ പേടിയാണ്. വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ നിൽക്കുന്ന ഈ റോട്ടിൽ തന്നെ വെള്ളം കയറാറുണ്ട് നന്നായിട്ട്. ആ സമയത്തൊക്കെ വള്ളത്തേലാണ് ആൾക്കാർ പോകാറ്. റോട്ടിൽ കൂടെ തന്നെ വള്ളത്തേലാണ് പോവാറ്. നടത്തുമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്ത് പറമ്പിൽ ചുമ്മാ ഒന്ന് കയറി. അവിടെ കുറേ കുറുന്തോട്ടി ഉണ്ടായിരുന്നു. കുറേ ദിവസമായി വിചാരിക്കുന്നു കുറുന്തോട്ടി വെച്ച് ഒരു താളി ഉണ്ടാക്കാമെന്ന്. നേരത്തെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പഴയ രീതിയിലൊന്നും കെയർ ചെയ്യാറില്ല. നേരത്തെ ഞാൻ എല്ലാ ആഴ്ചയിലും താളി തേക്കുമായിരുന്നു. ചെമ്പരത്തി താളി, കുറുന്തോട്ടി താളി, വെള്ളിലൻ താളിയൊക്കെ തേക്കുമായിരുന്നു. എനിക്ക് ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കുറുന്തോട്ടി താളിയാണ്. ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുന്നത് കുറുന്തോട്ടി താളിയാണ് എനിക്ക്. കുറുന്തോട്ടി താളിക്ക് ചെമ്പരത്തിനേക്കാളും നല്ല തണുപ്പാണ്. കുറുന്തോട്ടി രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. വലിയ കുറുന്തോട്ടിയും ചെറിയ കുറുന്തോട്ടിയും. വലിയ കുറുന്തോട്ടി നീളത്തിലാണ് ഉള്ളത്. വലിയ കുറുന്തോട്ടിക്ക് കുറച്ചുകൂടി പൊക്കമുണ്ടാകും. ചെറിയ കുറുന്തോട്ടി നിലത്തോട് പറ്റി ചേർന്നാണ് ഇരിക്കുക. അധികം പൊക്കമുണ്ടാവില്ല. കുറച്ച് റൗണ്ടായിട്ടാണ് വളർന്നു വരിക. ചെറിയ കുറുന്തോട്ടിയുടെ ഷേപ്പ് വട്ടത്തിലാണ് ഉണ്ടാവുക. സെൻറ്റർ ഭാഗത്ത് ഒരു ഹാർട്ടിൻ്റെ ഒക്കെ ഷേപ്പ് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. കുറുന്തോട്ടി പറിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും ചില കാര്യങ്ങൾ ഓർമ്മയിൽ എത്താറുണ്ട്. പണ്ട് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. കോൺവെൻറ്റിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ടാകും. മഴക്കാലത്താണെങ്കിൽ പറമ്പ് നിറയെ കുറുന്തോട്ടിയാണ്. അത് ഇതുപോലത്തെ ചെറിയ കുറുന്തോട്ടിയല്ല, വലിയ കുറുന്തോട്ടിയാണ്. അത് നമുക്ക് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സ്കൂൾ അവധിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ടൈം ആവുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി കയറും. പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ഹാളിൽ ഇരുന്ന് ആരെങ്കിലും സംസാരിക്കുന്നവരുടെ പേര് എഴുതാനായിട്ട് ഒരു ലീഡർ ഉണ്ടാവും. എല്ലായ്പ്പോഴും എൻ്റെ പേര് ഫസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഞാൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും എന്നോട് എന്തോ വൈരാഗ്യം പോലെ എൻ്റെ പേര് ആദ്യം തന്നെ എഴുതി വെക്കും. ഞാനടക്കം 2-3 കുട്ടികളുടെ പേര് സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. അന്നേരം ഞങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ് കുറുന്തോട്ടി പറിക്കൽ. അത് ഈ ചെറിയ കുറുന്തോട്ടിയൊന്നുമല്ല, വലിയ കുറുന്തോട്ടിയാണ്. നമ്മൾ എത്ര പറിച്ചാലും അത് വരത്തില്ല. ചെറിയൊരു കമ്പും കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ അടിഭാഗം കുത്തി എടുത്തിട്ടാണ് ഞങ്ങൾ പറിച്ചെടുക്കുക. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വലിയ കുറുന്തോട്ടി വെച്ചിട്ട് ചില വീടുകളിൽ അമ്മച്ചിമാർ ചൂലുണ്ടാക്കുന്നത് കാണാം. പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ പിള്ളേർക്ക് കരപ്പൻ ചൊറിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കുറുന്തോട്ടി വേര്, വലിയ കുറുന്തോട്ടിയുടെ വേരും പിന്നെ കൊടിത്തണ്ടൊക്കെ ഇട്ടിട്ട് അത് ചുട്ടുണക്കിയിട്ടൊക്കെ തേച്ച് കുളിപ്പിക്കാറുണ്ട്. ചെറിയ കുറുന്തോട്ടി ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് താളി ഉണ്ടാക്കുവാനും എണ്ണ ഉണ്ടാക്കുവാനുമായിട്ടാണ്. പിന്നെ അതിൻ്റെ വേരൊക്കെ ഉണക്കിയിട്ട് അത് പൊടിച്ച് സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കാറുണ്ട്. മുഖക്കുരുവിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതെപ്പോഴും ഞാൻ യൂസ് ചെയ്യാറ്. കുറുന്തോട്ടി പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേരോടെ തന്നെ വേണം പറിച്ചെടുക്കാൻ. തണ്ട് മാത്രമായിട്ട്, തണ്ടും ഇലയും മാത്രമായിട്ട് ഉപയോഗിക്കരുത്. വേരോടെ പിഴുതെടുക്കുക. അത് പിഴുതെടുത്തതിന് ശേഷം അതിൻ്റെ ചെളിയെല്ലാം കഴുകി കളയുക. പണ്ടെല്ലാം നമ്മൾ താളി റെഡിയാക്കുന്നത് അലക്ക് കല്ലയിലിട്ട് ഉരച്ചെടുത്തിട്ടാണ്. എന്നാലിപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാകുവാൻ വേണ്ടി മിക്സിയിലിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനേക്കാളും നല്ലത് പഴയ രീതിയിൽ തന്നെ താളി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അന്നേരം നമുക്ക് കൊഴുപ്പ് രീതിയിലുള്ള ജ്യൂസാണ് കിട്ടുക. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ആ രീതിയിൽ കിട്ടില്ല. സാധാരണ രീതിയിലാക്കുമ്പോഴാണ് കൂടുതലായിട്ടും തണുപ്പ് നിൽക്കുന്നത്.
മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആ തണുപ്പ് കിട്ടാറില്ല. കല്ലിൽ വെച്ച് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് ചതയ്ക്കണം. നന്നായി ചതച്ചതിന് ശേഷം വേണം അരച്ചെടുക്കുവാൻ. വേര് നന്നായി ചതഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം ജ്യൂസ് കിട്ടും. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഈ ജ്യൂസ് അരിച്ചെടുക്കുക. എന്നതിന് ശേഷം ഹെയറിലും തലയോട്ടിയിലുമായിട്ട് ഉപയോഗിക്കുക. ഇതുപയോഗിക്കുമ്പോൾ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടും, ഡാൻഡ്രഫ് കുറയും, നമുക്ക് സ്കാൾഫിന് നല്ല തണുപ്പ് കിട്ടും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ താളിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ ഇല എങ്ങനെയാണെന്നോ ഇങ്ങനെ ഒരു താളി ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മുടെ പറമ്പിൻ്റെ എല്ലാ പരിസരത്തും ഇത് കാണാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. എനിക്ക് ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു താളിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്തുക.